നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 നീറ്റിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. നീറ്റിന്റെ സ്കോറിന്റെ അടിസ്ഥാനത്തിൽ BSc നഴ്സിംഗിന് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും എന്നും അതുപോലെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയാണെന്നുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ. അതിനുവേണ്ടി ഓരോ കോളേജിലും പ്രത്യേകം ആപ്ലിക്കേഷൻ നൽകേണ്ട ആവശ്യമില്ല. MCCയുടെ വെബ്സൈറ്റിലൂടെയാണ് കോളേജ് ഓപ്ഷനുകൾ നൽകേണ്ടത്. MCCയുടെ വെബ്സൈറ്റിലൂടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കോളേജ് ചോയ്സ് ഫില്ലിംഗ്, കോഴ്സ് സെലക്ഷൻ ഓപ്ഷൻ വരും. ആ സമയത്ത് BSc നഴ്സിംഗ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ കോളേജുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ പ്രയോറിറ്റി അനുസരിച്ച് സെലക്ട് ചെയ്ത് ഓപ്ഷനായിട്ട് വെക്കണം. MCCയുടെ വെബ്സൈറ്റിലൂടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ഭോപ്പാൽ നഴ്സിംഗ് കോളേജ്, ലക്ഷ്മിബായി ബത്ര കോളേജ് ഓഫ് നഴ്സിംഗ്, സെന്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റൽ, ഹിന്ദുറാവ് ഹോസ്പിറ്റൽ, കസ്തൂർബ ഹോസ്പിറ്റൽ, പന്നാദായി കോളേജ് ഓഫ് നഴ്സിംഗ്, ശകുന്തള സ്കൂൾ ആൻഡ് കോളേജ് ഓഫ് നഴ്സിംഗ്, ESIC കോളേജ് ഓഫ് നഴ്സിംഗ്, ഇന്ദിരാനഗർ ബാംഗ്ലൂർ, ESIC കോളേജ് ഓഫ് നഴ്സിംഗ് കർണാടക, ഗുൽബർഗ്, അഹല്യബായി കോളേജ് ഓഫ് നഴ്സിംഗ്, ഡോക്ടർ RML ഹോസ്പിറ്റൽ, ഫ്ലോറൻസ് നൈറ്റിംഗൽ, LHMC ന്യൂഡൽഹി, RAK സഫ്ദർജംഗ് ഹോസ്പിറ്റൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരണാസി. ഈ കോളേജുകളിലെല്ലാം നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് BSc നഴ്സിംഗിന്റെ അഡ്മിഷൻ. മറ്റ് സ്റ്റേറ്റിലുള്ള കുട്ടികൾക്ക് ഓൾ ഇന്ത്യ കോട്ടയിലാണ് ഈ ഓരോ കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുന്നത്. 2023 വളരെ വ്യത്യാസമാണ് ഈ വർഷത്തെ നീറ്റിന്റെ റിസൾട്ട്. അതിനാൽ കട്ട് ഓഫ് കൂടും. ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്ക് 500 മാർക്കിൽ കൂടുതൽ ഉണ്ട് എങ്കിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 480 മുകളിലും, EWS വിഭാഗത്തിൽപ്പെട്ടവർക്ക് 450 മുകളിലും, SC കാറ്റഗറിയിലുള്ളവർക്ക് 410, ST കാറ്റഗറിയിലുള്ളവർക്ക് 370. ഇങ്ങനെ ഈ സ്കോറുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മോപ്പപ്പ് റൗണ്ടിൽ സീറ്റ് വേക്കൻസി വന്നാൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് കുറഞ്ഞ മാർക്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കും. അതുകൊണ്ട് ഓരോ കാറ്റഗറിയിലും ഉള്ളവരിൽ കുറച്ചുകൂടി മാർക്ക് കുറഞ്ഞ എല്ലാവരും കൗൺസിലിങ്ങിന് പങ്കെടുക്കണം. ജനറൽ കാറ്റഗറിയിൽ 400 മാർക്ക്, OBC 375, EWS 375, SC കാറ്റഗറി 250, ST 250. ഈ സ്കോറുള്ള എല്ലാവരും കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. 2023 ജനറൽ വിഭാഗത്തിൽ 500-ൽ താഴെയുള്ള കുട്ടിക്കാണ് അവസാന അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചത്. OBC വിഭാഗത്തിൽ 465 മാർക്കുള്ള കുട്ടിക്കും, EWS വിഭാഗത്തിൽ 456 മാർക്കുള്ള കുട്ടിക്കുമാണ് അവസാന അലോട്ട്മെന്റിൽ അഡ്മിഷൻ ലഭിച്ചത്. SC കാറ്റഗറിയിൽ 400 താഴെ മാർക്കുള്ള കുട്ടിക്കും, ST കാറ്റഗറിയിൽ 350-ൽ താഴെ മാർക്കുള്ള കുട്ടിക്കുമാണ് അഡ്മിഷൻ ലഭിച്ചത്. ഓരോ കാറ്റഗറിയിലുമുള്ളവർ നിങ്ങളുടെ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ കോളേജുകളിലാണ് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം കോളേജ് ഓപ്ഷനുകൾ തയ്യാറാക്കുവാൻ. 2023 നീറ്റിന്റെ റിസൾട്ടിൽ വളരെയധികം വ്യത്യാസമുള്ളതിനാൽ അഡ്മിഷൻ ലഭിക്കാനുള്ള കട്ട് ഓഫും കൂടും. എങ്കിലും മാർക്ക് കുറഞ്ഞവരും കൗൺസിലിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.